നന്ദ. തെറ്റായിപ്പോയി, കളി കൂടിപ്പോയി അറിയാം. അമ്മ വിളിച്ചു, ഉടനെ ചെല്ലാൻ പറഞ്ഞു. തിരിച്ചു വരുമ്പോ അമ്മയെ കൂടെ കൊണ്ടുവന്ന് തന്നെ അത്ഭുതപ്പെടുത്തണമെന്ന് കരുതിയതാ. വയ്യ അമ്മയ്ക്ക്, ഇല്ലെങ്കിൽ വന്നേനെ. പക്ഷെ വേറൊന്നുണ്ട്, തന്നെ കാണിക്കാൻ കൊണ്ടുവന്ന കണ്ടേ. എഴുന്നേക്ക്, എഴുന്നേക്ക്. ഇതാണ് നന്ദ പോകാൻ കൊതിക്കുന്ന പട്ടാമ്പിയിലെ വീട്, കാളൂർ തറവാട്. ഇനി കാണാൻ പോകുന്നതാണ് കാളൂർ തറവാട്ടിലെ മെയിൻ ക്യാരക്ടേഴ്സ്. ഇത് വല്യമ്മാവൻ, കാളൂർ ശങ്കുണ്ണി മേനോൻ, ലയൺ ഓഫ് ദ ഹൗസ്. വലിയ പണ്ഡിതനാണ്, സാൻസ്ക്രിറ്റ് ഒക്കെ വെള്ളം പോലെ. പിന്നെ വിഷ ചികിത്സയിൽ ഒരു മാസ്റ്ററാണ്. വിവാഹം കഴിച്ചിട്ടില്ല, മറന്നുപോയി. ഇത് ചെറിയമ്മ, 24 മണിക്കൂറും ജോലിയാണ്. വെറുതെ ഇരിക്കാൻ പറഞ്ഞാൽ കേൾക്കുകയില്ല, പാവം. ഇത് ഭദ്ര. എന്ന് വെച്ചാൽ ആരാ? ആരാന്ന് ചോദിച്ചാൽ ആരോരും ഇല്ലാത്ത ഒരു കുട്ടി. 10 വയസ്സോ മറ്റോ ഉള്ളപ്പോ കാര്യസ്ഥൻ നാണു നായർ വീട്ടിൽ കൊണ്ടുവന്നാക്കി. ഇപ്പൊ ഭദ്ര വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ്. എന്റെ അനിയത്തിയെ പോലെ. ഞാൻ വെറുതെ പറഞ്ഞല്ലേ. ഇത് ജാനകി അമ്മ, എന്റെ പുന്നാര അമ്മ. ഇത് മുത്തശ്ശി, നിന്നെ എത്രയും വേഗം കൊണ്ട് ചെല്ലണം എന്ന് പറഞ്ഞ് ബഹളം വെച്ചു. എന്തത് ഇങ്ങനെ ഒരു വേഷത്തില്? റോമിൽ ചെന്ന റോമാക്കാരനെ പോലെ, പട്ടാമ്പി ചെന്ന പട്ടാമ്പിക്കാരനെ പോലെ. എന്തൊരു ചേഞ്ചാ, മുടിയിലൊക്കെ എണ്ണ തേച്ചിട്ട്. അമ്മ വന്ന് എണ്ണ തലയെ പൊത്തും, എന്നിട്ട് കുളത്തിലേക്ക് ഓടിക്കും. എന്താ ചെയ്യാ? എന്തായാലും എനിക്ക് ഇഷ്ടായി ഈ അപ്പിയറൻസ്. ഇഷ്ടായ? ഒത്തിരി ഇഷ്ടായ? കൊള്ളാം. മലയാളത്തിൽ മതിയേ. ഇനി ഒരു ചടങ്ങ് കൂടിയുണ്ട്. ഇവരെ രണ്ടുപേരെയും ഇങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ല. അതുകൊണ്ട് സർവശക്തനായ ദൈവത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ എന്റെ കുട്ടികളുടെ കല്യാണ നിശ്ചയം അറിയിക്കുകയാണ്. ദൈവത്തെ മനസ്സിൽ വിചാരിച്ച് രണ്ടുപേരും അന്യോന്യം അണിയിക്കുക. നരേന്ദ്ര, പാർട്ടി വേണം അല്ലേ ഡോക്ടറെ? ആദ്യം നമ്മൾ ഇവർക്ക് പാർട്ടി കൊടുക്കണം, അതെന്റെ വക. രണ്ടും കൂടി മുങ്ങിയാക്കല്ലേ, റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞിട്ടുള്ളൂ. എന്താ മോളെ? നാളെ നമുക്ക് ഡാഡി കാണാൻ പോണം, അനുഗ്രഹം വാങ്ങണം. ഷുവർ ഷുവർ. ഡാഡി എങ്ങനെ റിയാക്ട് ചെയ്യുന്ന എനിക്കറിയില്ല നാരൻ. അവിടെയാണ് മമ്മി ഉറങ്ങുന്നത്. മമ്മിയെ ദഹിപ്പിക്കാൻ ഡാഡി സമ്മതിച്ചില്ല. എന്നും അടുത്ത് തന്നെ വേണമെന്ന് നിർബന്ധം പിടിച്ചു.
അന്നു മുതൽ ഈ ചെയറുമിട്ട് ഇവിടെ തന്നെ ഇരിക്കാം, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം എന്ന്. പതുക്കെ. എന്റെ ഡാഡി അല്ല, ഡാഡിയുടെ ഒരു ഓർമ്മ. ഇപ്പൊ അത്രേ ഉള്ളൂ. ചെല്ലു. ഡാഡി, നന്ദ, പോയി കിടന്ന് നന്നായിട്ട് ഉറങ്ങ. ഒന്നും ഓർക്കണ്ട, ഞാനുണ്ടല്ല ഷെയർ ചെയ്യാൻ. ഡാഡിയെ നമ്മൾ മാറ്റിയെടുക്കും. പഴയ ഡാഡിയെ നന്ദയ്ക്ക് തിരിച്ചു കിട്ടാൻ പോവാ. ഞാനല്ലേ പറയുന്നത്. ചെല്ലേ, ഗുഡ് നൈറ്റ്. ഐ നോ. നരൻ, എന്താ എഴുതിക്കൊണ്ടിരിക്കുന്നത്? ഒന്നില്ല. നോക്കട്ടെ. ഒന്നില്ലെന്നേ. നന്ദ തരുന്നല്ല. നന്ദ, അയ്യോ, പട്ടാമ്പിയിൽ വിവരം അറിയിച്ചു. ഇനി വൈകാതെ ബോർഡിങ് കൊണ്ട് തിരിക്കുകയല്ലേ? നന്ദ, ബോധം തെളിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആരെങ്കിലും വേണം അവിടെ. എനിക്കിത് അവളോട് പറയാൻ കഴിയില്ല. രഘുപതി, ബോഡിയുടെ കൂടെ താൻ പോയില്ലേ? നന്ദയ്ക്ക് കാണണമെന്ന് പറഞ്ഞാൽ
അവിടെ അമ്മയടക്കം എല്ലാരും കാത്തിരിക്കല്ലേ? വൈകിക്കണ്ട, കൊണ്ടുപോവാ. നരനൊന്നും പറ്റിയിട്ടില്ലല്ലോ. എന്താ ഒന്നും മിണ്ടാത്ത? എവിടെ എവിടെ എന്റെ നരൻ? ഹസൻ ഭായ്, വിമല, എന്റെ നരൻ എവിടെ? ഹസൻ ഭായ് പോയി മോളെ, ദൈവത്തിന്റെ അടുത്തേക്ക് തിരിച്ചു പോയി. എനിക്ക് കാണണം, എനിക്ക് കാണണം, എനിക്ക് കാണണം, എനിക്ക് നന്നെ കാണണം. നരൻ എന്നെ വിട്ട് പോവില്ല. കള്ളമാണ്. എനിക്ക് നന്നെ കാണണം. നന്ദ, എനിക്ക് കാണണം. ഒരു വണ്ടി അറേഞ്ച് ചെയ്യ്. ഇവളെ നാട്ടിലേക്ക് കൊണ്ടുപോകണം. ഒന്ന് കണ്ടോട്ടെ, അവസാനമായി. വരൂ. കഴിഞ്ഞു. സന്ധ്യ വരെ കാത്തു. അവരെ കൊണ്ടിരുത്തു. ആ വരൂ, പട്ടായപ്പാട്ടിലിരിക്കാം. വരൂ. ചെല്ലേ.
ഹസൻബായി വയ്യ, തളർന്നു പോയിരിക്കുന്നു. ഞാൻ നിർബന്ധിച്ചു വരണ്ടാന്ന്. തിരിച്ചുപോക്ക് നാളെ ആവാം, രാവിലെ. ഇന്ന് ഏതായാലും സന്ദേഹം കൊണ്ട് അതെ, അത് വേണ്ട. Ha ha ha!